നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇടുക്കി ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കർഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വെൺമണിക്ക് സമീപം ഉള്ള ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ തോട്ടത്തിൽ പല ഭാഗങ്ങളിലായിട്ട് മലവെള്ളപ്പാച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇങ്ങനെ കുത്തി ഒലിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെളിയൊക്കെ വന്ന് ഇങ്ങനെ കയറി കിടപ്പുണ്ട്. ഈ സൈഡിലുണ്ട്, ഇതിൻ്റെ ചുറ്റിനും രണ്ട് സൈഡിലും വെള്ളം. അതെ, രണ്ട് സൈഡിലും അതായത് ഇവിടെയൊക്കെ കുത്തി ഒലിച്ച് മണ്ണ് കാർന്ന് തന്നെ പോയിട്ടുണ്ട്. മണ്ണ് കാർന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇതിൻ്റെ ചുവട്ടിലെല്ലാം ഈ വെള്ളം കയറി കെട്ടി നിന്ന് കുത്തി ഒലിച്ച് പോയതാണ്. അപ്പം മുകളിൽ അതിശക്തമായ മഴയായിരുന്നു. 10-12 ദിവസത്തോളം ഈ ഭാഗത്ത് നല്ല മഴയായിരുന്നു. അതും pH അമ്ലത്വം കൂടിയ മഴയായിരുന്നു ഇവിടെ കിട്ടിയത്. മാത്രമല്ല ഈ ചെടിയുടെ ഒരു പ്രത്യേകത കൊണ്ടും ഇത് പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രമാത്രം മണ്ണിങ്ങനെ ചെളി ഇങ്ങനെ വന്ന് അടിഞ്ഞു കയറി മാത്രമല്ല ഇങ്ങനെ കുത്തിയൊലിച്ച് പോയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് കൃഷി ചിലവ് കൂടിപ്പോകുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലും അധികം ചൂടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷി ചിലവ് കുറയ്ക്കാം. ഇങ്ങനെയുള്ള സ്ഥലത്ത് അല്പം കൃഷി ചിലവ് കൂടുന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് ചെടി വളരുകയും ചെയ്യും, നമുക്ക് കായെടുക്കുകയും ചെയ്യാം. ഇത് ബൊമ്മി എന്ന് പറയുന്ന ഒരു ഇലമാണിത്. ഇത് മേഘമലയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് 9 മാസമേ ആയിട്ടുള്ളൂ. നമ്മൾ കേട് പോക്കാനായിട്ട് കൊണ്ടുവന്നത്. വേറെ അതിന് വള്ളി അടിച്ച് അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഓരോന്നായിട്ട് പയ്യെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് നിലത്ത് പടരുന്ന ടൈപ്പാണ്. ഇതാ വള്ളി നമുക്ക് അറിയാണ്ട് ഓരോ വള്ളികളൊക്കെ പയ്യെ നിലത്തേക്ക് പടരുന്ന ടൈപ്പാണിത്. അതായത് കണ്ടില്ലേ, ഇത് വെള്ളത്തിൽ നമുക്ക് പോയി കിടക്കുന്നതാണ്. ചെറിയ ഇത് കായ് വരുന്നേ ഉള്ളത് കണ്ടോ. ചുറ്റിനും വള്ളികൾ അരച്ചടിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചിമ്പുണ്ട്, നല്ല പച്ചപ്പുണ്ട്, കരുത്തുള്ള ഏലം തന്നെയാണ്. രണ്ടും നമുക്കിത് ഇതെല്ലാം നമുക്ക് വെള്ളം കുത്തിയൊലിച്ച് പോയ പാടുകളാണ്. ഇതുകൊണ്ട് അതെല്ലാം. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ മണ്ണിലുള്ള സെക്കൻഡറി ന്യൂട്രിയൻസും ബോറോണുമാണ് ഇങ്ങനൊരു അവസ്ഥയിൽ നഷ്ടപ്പെടുന്നത്. ഇതിനെ ലീച്ച് ഔട്ട് ആവുക എന്ന് പറയും. അപ്പം മണ്ണിലെ ഈ ദ്വിതീയ മൂലകങ്ങൾ, പ്രത്യേകിച്ച് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അതുപോലെ തന്നെ പൊട്ടാസ്യം, ബോറോണ്, ഇതാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഇങ്ങനൊരു അവസ്ഥയിൽ. അപ്പം പല കർഷക സുഹൃത്തുക്കളും ഇതൊരു കാര്യമായൊരു പ്രശ്നം ആക്കാറില്ല. നമുക്ക് പൊതയിട്ടിരിക്കുന്ന പോലും നല്ല എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഭാവിയിലേക്ക് വലിയ കൃഷിച്ചെലവ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും. അപ്പോൾ ഈ സമയത്ത് നമ്മളിത് ടോപ്പപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ തന്നെ മണ്ണിൻ്റെ pH നഷ്ടപ്പെടും. ഈ ചെടി രോഗാതുരമായിട്ട് മാറുക ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒന്നാമത് ഈ വേരുകളൊക്കെ തുറന്ന് എല്ലാം നിൽക്കുകയാണ്, കുത്തിയൊലിച്ച് മലവെള്ളപ്പാച്ചിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് റിലീവറായിട്ട് നമുക്കൊരു ബയോസ്റ്റിമുലൻ്റ് ഉപയോഗിക്കാം. ബയോസ്റ്റിമുലൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂവസ്ത്ര സൂപ്പർ തന്നെയാണ്. നമ്മൾ പല എപ്പിസോഡിലും നമ്മളിത് കണ്ടതാണ്, നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇതൊരല്പം ഇങ്ങനെ പോയ ഭാഗത്തേക്ക് ഒരല്പം വന്നെടുത്ത് നമ്മളൊന്ന് വിതറുകയാണ്. ഇതൊരു ബയോസ്റ്റിമുലൻ്റിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ചൂട് കൂടുക അല്ലെങ്കിൽ ഇങ്ങനെ മലവെള്ളപ്പാച്ചിലൊക്കെ ചെടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ പെട്ടെന്ന് റിലീവറായിട്ട് അത് സ്ട്രെസ്സിനെ മാറ്റിയെടുക്കാൻ ശേഷിയുള്ളതാണ് ഈ ബയോസ്റ്റിമുലൻ്റുകൾ. പിന്നെ ഇവിടെയൊക്കെ വേര് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഈ പാതോജൻസ് ഒന്നും കയറാണ്ട് രോഗാണുക്കളൊന്നും കയറാണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ സ്വല്പം ഒന്ന് വെതറിയിട്ടേക്കുക ഈ ചാലിൽ കൂടെ എല്ലായിടത്തും. ഒരു പിടി എടുത്ത് വെതറിയാൽ മതി അല്ലേ? ഒരു പിടി, ഒറ്റപ്പിടി മതി. ഞാൻ അല്പം എടുത്ത് മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഒരു ഇതുണ്ട്. നമുക്കിത് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഈ സമയത്ത് ഇത് ചെയ്യുന്നില്ല എങ്കിൽ, ഈ പറയുന്നത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടം. മാത്രമല്ല ഇതിൽ നിന്ന് കാര്യമായിട്ട് പിന്നീട് ചിമ്പടിക്കാണ്ട് വരും. അതുപോലെ തന്നെ വള്ളി അടിക്കാണ്ട് വരും. വള്ളി വന്നാലും വലിയ ഈ കുറുവള്ളിയായിട്ട് നീളമില്ലാണ്ട് കാ പിടിക്കാണ്ട് വരും, ചെറിയ കായകളായി പോവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ചില മരങ്ങളുടെ അടിയിലൊക്കെ നമുക്കറിയാം വെള്ളം തൊണ്ണം തെല്ലുമ്പോൾ ഇതേ അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ അതിന് പ്രതിവിധിയായിട്ട് ഇത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അതെ, എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടീനെ ആ സ്ട്രെസ്സിൽ നിന്ന് മാറ്റിയെടുക്കുക, അതിനെ ഒന്ന് ഉഷാറിലേക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് മണ്ണിലേക്ക് നേരിട്ട് ഇത് ചെയ്യുക. ഇനി നമുക്ക് കൊടുക്കേണ്ടതിനകത്ത് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, പൊട്ടാസ്യം, ഇതാണ് മെയിനായിട്ടും പോകുന്നത്. പിന്നെ ബോറോൺ, ഇതിനകത്ത് ബോറോൺ സിങ്കും ലീച്ച് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവയെല്ലാം കൂടെ വാങ്ങിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ഉള്ള ഈ കോമ്പിനേഷനുള്ള നല്ല ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനെ പോളിസൾഫേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ICL എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ ഉൽപ്പന്നം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ICL ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻസൊക്കെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അവരത് മിക്സ് ചെയ്ത് ഫാക്ടറി മിക്സ് ചെയ്ത് നമുക്ക് തരുന്നു. അപ്പം നമ്മൾ നേരിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ മാറും, നല്ല ക്വാളിറ്റിയുള്ളത് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് ഫാക്ടറി മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിൽ അത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതുപോലെ തന്നെ സൾഫറുണ്ട്,
അപ്പോൾ ഇത് രണ്ടും നമുക്ക് ദ്വിതീയ മൂലകങ്ങളായി പ്രാഥമിക മൂലകമായിട്ടുള്ള പൊട്ടാസ്യം ഇതിനകത്ത് ഉണ്ട്. ഇത് 4 ഇതിനകത്ത് ഈ കണ്ടൻറ്റ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് രൂപത്തിലുള്ള കാൽസ്യമാണെന്ന് വെച്ചാൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇവിടെ ഈ കാൽസ്യം ചെയ്തേക്കുന്നത്. CaO ആണ്. എല്ലാം നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിനിശക്തിക്കകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ വളരെ ഉയർന്ന അളവിലുള്ള CaCO3 അതല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആണ്, വളരെ ഉയർന്ന അളവിൽ. അപ്പോൾ ഇതിനകത്ത് കാൽസ്യം നമുക്ക് വളരെ അധികം ഇതിനകത്ത് പറയുന്നില്ല, ഒരു 16.5, പക്ഷേ വളരെ പെട്ടെന്ന് +5.5 വളരെ പെട്ടെന്ന് ചെടിക്ക് ഇത് കിട്ടും, പെട്ടെന്ന് റിലീസ് ആവുന്ന ഒന്നാണ് ഇതിൽ പറയുന്നതിൻ്റെ അകത്തെ കാൽസ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇതിവിടെ ചെയ്ത് ICL എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, എക്സ്ട്രാ വേറെ എന്തൊക്കെ ഒരു ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. ഇത് 25 കിലോയുടെ പാക്കറ്റാണ്, 50 കിലോ ആയിട്ടും കിട്ടും. KCPMC ആണ് ഇടുക്കിയിൽ ഇതിൻ്റെ ഹോൾസെയിൽ വിതരണക്കാർ. അപ്പോൾ അവർ KCPMC തന്നെ വാങ്ങിച്ചു വന്നാണ് ICL. പക്ഷേ നമ്മുടെ കടകളിൽ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോളിസൾഫേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാർ കൂടുതലും തരുന്നത് ഇങ്ങനെ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇങ്ങനെ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഈ ഒരു ഉൽപ്പന്നമാണ് സാധാരണ കടക്കാർ തരുന്നത്. വ്യത്യാസം എന്താണ്? ഇതിനകത്ത് കണ്ടന്റുകളിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ഇതിനകത്ത് നിറത്തിലും അതിൻ്റെ ടെക്സ്ചറിലൊക്കെ വ്യത്യാസമുണ്ട്. രണ്ടും 2 ബ്രാൻഡാണ്. ഇത് IPL എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിനകത്ത് കണ്ടന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരല്പം ഒരു 100 രൂപ 150 രൂപകൾ അല്പം കുറവുണ്ട്. പക്ഷേ പെട്ടെന്ന് റിലീസാവുന്നതും ഈ പറയുന്ന ഈ ദ്വിതീയ മൂലകങ്ങൾ വളരെ പെട്ടെന്ന് റിലീസാവുന്നതും ഒക്കെ ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതാണ് ഇവിടെ അതെ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളൊരു ഈ ചെടികളൊക്കെ നട്ട ഒരു 3-ാം മാസം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പിന്നീട് കൂടുതൽ, കാരണം കൂടുതൽ അല്പം കൂടെ റിസൾട്ട്, അല്പം വില നമുക്ക് 100-150 കൂടി പോയാലും അല്പം കൂടെ റിസൾട്ട് ഇതിനാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, റിസൾട്ട് കിട്ടുന്ന, നമുക്ക് മാത്രം കിട്ടിയതല്ല, മിനിമം ഒരു 100-ലധികം തോട്ടങ്ങളിൽ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു ഡേറ്റ നമുക്കുണ്ട്. അത് വെച്ചാണ് നമുക്ക് കർഷക സുഹൃത്തുക്കൾക്ക് നമ്മൾ ഈ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ അത് നമുക്കിത് എടുക്കാം. ഇതിൻ്റെ ഒരു അല്പം ബ്ലൂയിഷ് നിറമാണ്, പൗഡർ രൂപത്തിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് എടുക്കും. അല്പം ബ്ലൂയിഷ് നിറത്തിലാണിത് കാണുന്നത്. ഇങ്ങനെ ഇരിക്കും ഏകദേശം. ചെറിയൊരു നല്ല പൊടിയാണിത്. അല്പം ബ്ലൂയിഷ് നിറത്തിലാണിത് കാണുന്നത്. അപ്പം പോളിഹാലൈറ്റ് ആണെങ്കിൽ ഈ പറയുന്ന IPL കമ്പനിയുടെ ആണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് നിറത്തിലാണ്. മാത്രമല്ല ഒരല്പം തരിയായിട്ട് വരും, നല്ല ഒരല്പം പൊടിയായിട്ടാണ്. നല്ല വെയിറ്റും ഉള്ളതാണ്, ഇതിന് തൂക്കത്തിൽ നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ദ്വിതീയ മൂലകങ്ങളെല്ലാം കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സൾഫറുണ്ട്, പ്ലസ് നമുക്ക് പൊട്ടാസ്യം. ഇത് വളരെ പ്രത്യേകിച്ച് ചെടികളുടെ പ്രതിരോധ ശേഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം. അതും കൂടി ഇതിനകത്ത് നല്ല അളവിൽ ഉണ്ട്. ICL എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഈ ചാലുകളിൽ കൂടെ ആദ്യം തന്നെ വിതറണം. ഇങ്ങനെ അപ്പോൾ എവിടേക്കാണോ ലീച്ച് ഔട്ട് സഞ്ചരിക്കണേ അവിടെ നമ്മൾ വിതരണം. അപ്പോൾ ഈ ചെറിയ ഒരു പണിയിൽ നമുക്ക് ഭാവിയിലേക്കുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ തട്ടയ്ക്കകത്തേക്കും വിട്ടുകൊടുത്തേക്കാം. ഇത് ചെയ്യുന്ന വഴി ചെടികൾക്ക് നമുക്ക് എന്താണോ ഈ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടത് അത് നമ്മൾ ടോപ്പപ്പ് ചെയ്യുകയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ ചെറിയൊരു കാര്യം ചെയ്യുന്ന വഴി നമുക്ക് ഭാവിയിലേക്ക് ഇപ്പം ന്യൂട്രിയൻസ് എല്ലാം ബാലൻസായി ഒരു 100-150 ഗ്രാം മാത്രം നമുക്ക് ഇട്ടുകൊടുത്താൽ മതി. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വലിയ പൈസ തുകയൊന്നും ഇതിനാകുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ചെയ്യുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിലോ മാസങ്ങളിലോ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഈ ചെടിയിൽ നിന്നുണ്ടാകും. വേറെ ഡൗട്ട് വെച്ചിട്ടേ, ഇത് നമ്മുടെ ചെടിയിൽ നിന്ന് എന്തോരം അകലെ വരെ ഇടണം? ഇത് നമുക്കൊരു 2 അടി അകലത്ത് വരെ നമുക്കിടാം. എവിടേക്കാണോ ഇങ്ങനെ കുത്തിയൊലിച്ച് പോയേക്കണം ചുറ്റിനും ഇടാം. വേരുകൾ എവിടെയൊക്കെ ഉണ്ടോ അങ്ങോട്ടേക്ക് ഈ കുത്തിരിപ്പ് ഉണ്ടായിരത്താണ് കൂടുതൽ ഉണ്ടല്ലേ? അതെ അവിടെ ഇങ്ങനെ ഇട്ടേക്കാം, അല്പം ഇങ്ങനെ വെതറിയേക്കാം, ഇതിൻ്റെ ഉള്ളിലേക്ക് അല്പം ഇട്ടേക്കാം. അപ്പം നമുക്ക് ഇതിനെ ചെടിക്ക് ഇതിൽ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മൂലകങ്ങളെല്ലാം ചെടിക്ക് കിട്ടി. അപ്പം ഇനി മാത്രമല്ല pH-ഉം നമുക്കിത് പിടിച്ചു നിർത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് ക്വിക്ക് ആക്ഷനാണിത്. അതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന വഴി ഇപ്പം ഒരുപാട് തോട്ടങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ മഴക്കാലത്ത് ഈ പ്ലാവ് പോലെ അല്ലെങ്കിൽ ചോരക്കാലി പോലുള്ള വലിയ മരങ്ങളുടെയൊക്കെ അടിയിൽ ചിലപ്പോൾ ഈ ചെടികളുണ്ട്. അതിനൊക്കെ ഇങ്ങനെ വളർച്ചയില്ലാണ്ടിരിക്കുന്നതും തൊണ്ടം തല്ലി വെള്ളമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന ഈ മൂലക ശോഷണത്തിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ്. അപ്പോൾ ഇത് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ അത്യാവശ്യം നമുക്ക് അധികം ദൂരമൊന്നും ഇല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. പോയി നമ്മൾ അത് കണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അത് അവർക്ക് യൂസ് ചെയ്യാം. കെമിക്കൽ വേണമെങ്കിൽ അങ്ങനെ, ഓർഗാനിക് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് സർവീസ് എന്ന നിലയിൽ അത് ചെയ്തു കൊടുക്കുന്നതാണ്. താങ്ക് യു.